ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കും വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിപ്പുണ്ട്. കണ്ടോ ഫ്രണ്ട്സ്, നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് സാരിയൊക്കെ കൊടുത്ത് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ എൻ്റെ കോളേജ് വരെ പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ്? അതെ, കോളേജിൽ ചെറിയ പരിപാടിയുണ്ട്, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതെന്ത് പരിപാടിയാണ്, ഏതാണ് എന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളത് മിസ് ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടേ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യേണ്ടത് കാണാം. എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം വീണ്ടും പറയുകയാണ്, എന്താ പരിപാടി, എന്താണ്, ഏതാണെന്നുള്ളതല്ല ഞാൻ വീഡിയോയിൽ കാണിച്ചു തരും. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വിചാരിച്ചു കാറിൽ പോവാം. അങ്ങനെ ഞാൻ കാർ എടുത്തു ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്കിനി കോളേജിൽ ചെന്നിട്ട് കാണാം. ഫ്രണ്ട്സ്, ഞാൻ കോളേജിലെത്തി. കാറ് കുറേ അങ്ങ് ബാക്കിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പം അവിടെ പാർക്ക് ചെയ്തിട്ട് ഇപ്പം നടന്ന് കോളേജിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അകത്ത് എന്താണ് ഏതാണെന്ന് അറിയില്ല. ലേറ്റായി. 10 മണിക്കാണ് ഫംഗ്ഷൻ. 10:30 എന്ന് തോന്നുന്നു. അപ്പം ഞാൻ കയറട്ടെ. ഓക്കെ, ബൈ. 2025 അധ്യയന വർഷത്തിലെ വളരെ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്ന ഫസ്റ്റ് ഇയേഴ്സിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സ്കൂളിൽ നിന്ന് അപേക്ഷ കൊടുക്കാൻ പോയിരുന്നു. അവൾ നമ്മളോട് ചോദിക്കാമോ ഇവിടെ പഠിക്കുന്ന കുട്ടി എങ്ങനെയാണ് ചോദിക്കാമോ? ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുശേഷം മനസ്സിലായി എല്ലാവരും 9 നല്ല കുട്ടികളാണ്. നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾ ഇങ്ങനെ തന്നെയായിരിക്കും. ഞാൻ പുതുമുഖമാണ്. ഞാൻ എനിക്കധികം പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇന്റേൺഷിപ്പിന് എല്ലാവരും എനിക്ക് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നിയത് നിങ്ങൾ സ്പോർട്സിൽ നല്ല രീതിയിൽ പങ്കെടുത്തു. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങളിവിടെ നിന്ന് ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അതിനേക്കാളും ഉപരി നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വളരെയധികം വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അല്ലേ? പലരുടെയും കണ്ണൊക്കെ നിറഞ്ഞ് കരയാൻ അങ്ങനെ പിന്നിപ്പൊട്ടിയിരിക്കുന്ന കുറേ മനസ്സിലാണ്, കുറേ മുഖങ്ങളാണ് ഞാൻ ഇവിടെ നിന്ന് കാണുന്നത്. ആരും കരയരുത്. അല്ലേ? ഒരുപാട് കുറേ മാർക്കുകളും അങ്ങനെ കുറെ സർട്ടിഫിക്കറ്റുകളൊക്കെ കൂട്ടി വെച്ചിട്ട് നിങ്ങളൊരു ഒരിക്കലും നല്ല അധ്യാപകരാവുക. അതിലൊക്കെ ഉപരി കുട്ടികളുടെ മനസ്സറിയുക, വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞ് അവരുടെ കൂടെ ഒപ്പത്തിനൊപ്പം നിൽക്കുക, അല്ലേ? അവരുടെ കഴിവുകൾ വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെയുള്ള ഒരു നല്ല ടീച്ചേഴ്സ്, ഒരുപാട് കഴിവുകളുള്ള നല്ല അധ്യാപകരാവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇതുവരെ റീൽസും ഷോർട്സും ഒക്കെ കണ്ട് നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യും. പക്ഷേ ഇനിയുള്ള രാത്രികൾ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത് പെൻസിൽ, സ്കെച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചായിരിക്കും നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെയാണോ ഒന്നിക്കേണ്ടതെന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് മാസം മുന്നേ വരെ എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് പിന്നീട്. പിന്നെ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ പറയണം. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാം പോയി. പിന്നെ പണ്ടൊക്കെ നല്ല സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന ശേഷം ഒരുപാട് അത് മാറി. എന്നെ കൊണ്ട് പറ്റൂല വിചാരിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റും എന്ന് തെളിയിച്ച് തന്ന 2 വർഷമാണ് ഫ്രീയായി. എനിക്കതേപോലെ കോളേജ് ലൈഫ് ഒന്നും കിട്ടിയിട്ടില്ല. കോളേജിൽ കയറുമ്പോൾ തന്നെ കൊറോണ വന്നു. ഇറങ്ങാൻ നേരത്ത് കൊറോണ പോയി. എൻ്റെ അവസ്ഥ. കോളേജ് ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവം എനിക്കുണ്ടായിട്ടില്ല. ഇവിടെ വന്ന ശേഷമാണ് എനിക്ക് കോളേജ് ലൈഫ് എന്താണ്, ഇതാണ് കോളേജ് ലൈഫ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് എനിക്ക് ഒരു കോളേജ് ലൈഫ് കിട്ടിയത് ഇവിടെയാണ്. നല്ല നല്ല കുറേ മൊമെന്റ്സ്. പിന്നെ ടീച്ചിങ് പ്രാക്ടീസ് പോയപ്പോൾ അവിടെ എല്ലാ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റി. പിന്നെ എല്ലാ ടീച്ചേഴ്സും നല്ല പോലെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
എൻ്റെ കോലം കണ്ട് ആരും ഞെട്ടരുത്. ഞാൻ രാവിലെ പോയ കോലത്തല്ല ഇപ്പോൾ വന്നേക്കുന്നത്. നേരത്തെ കുളിച്ച് ഡാൻസ് കളിച്ച് അടിച്ച് പൊളിച്ച് അപ്പം തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിനി വീട്ടിലെത്തിയിട്ട് കാണാം. ഒട്ടും വയ്യ, കാലൊക്കെ നല്ല പോലെ വേദനിക്കുന്നു. വീട്ടിൽ എത്തിയിട്ട് കാണാം. ബൈ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ തിരിച്ച് വീട്ടിലെത്തി. സൗണ്ടൊക്കെ പോയി ഫ്രണ്ട്സ്. അതൊന്നും അല്ല എൻ്റെ സൗണ്ടൊക്കെ പോയി. കാര്യം നല്ല സെറ്റായിട്ട് അടിച്ചു പൊളിച്ചിട്ടാണ് ഞാൻ വന്നത് കോളേജിൽ നിന്ന്. അതുകൊണ്ടാണ് വന്നോട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനൊന്ന് ഉറങ്ങിയതപ്പോൾ എണീറ്റിരിക്കുക. അപ്പം ജസ്റ്റ് ഒന്ന് എണീറ്റപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് എടുത്തില്ലല്ലോ എന്നുള്ളത്. ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് ഉറങ്ങട്ടെ. അത് കഴിച്ചിട്ട് ഉറങ്ങണോ കഴിക്കുന്നതിന് മുന്നേ ഉറങ്ങണോ എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുകയാണ്. എന്തായാലും കഴിച്ചിട്ട് ഉറങ്ങാം. അവനെ നാളെ രാവിലെ എണീറ്റാൽ മതിയല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.